ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വെച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് ഞാനും കിച്ചും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പം ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ഞങ്ങൾ ഇന്നലെ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങി. അത് കാരണം കണ്ണൊന്നും തുറക്കണുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പിള്ളേരെ റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ട് പിന്നാലെ തന്നെ നമ്മൾ പോവും. അപ്പം ഞാൻ വെച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അത് നമുക്ക് പിള്ളേരെ റെഡിയാക്കാം. കുഞ്ഞായിട്ട് എടുക്കുള്ളൂ, നേരമില്ല. ഓൾറെഡി ലേറ്റായിട്ടാണ് എണീറ്റേ. അപ്പോൾ അതുകൊണ്ട് നേരമില്ല, എന്നാലും നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ ഓക്കെ, 3 സ്റ്റാർട്ട്. ഒരെണ്ണം കൂടി ജാനി ഒരെണ്ണം കൂടി, ഒരു തുമ്മലും കൂടി. ശിവ എന്നിട്ട് കഴിക്കണേ? ചോക്കോലല്ലത്, വിറ്റാബിക്സ് ആണല്ലോ. അപ്പോൾ ഒക്കെ എന്തേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇവരിത് കഴിച്ച് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് പോയിട്ട് റെഡി ആവാം. വേഗം കഴിക്കട്ടാ ശിവ, ഇത്രയും കൂടി എടുത്തേ. വേഗം കഴിച്ചേ. ഓക്കെ, അമ്മ റെഡി ആയിട്ട് വരാവേ. റെഡി ആയാ? യു റെഡി? ഓ, എന്റെ വീഡിയോ ഓളി. ഇതാണ് ഇവരുടെ ബാഗ്. ജാനിയുടെ ബാഗ് അല്ലേ? ആക്ച്വലി ഇവരുടെ ബാഗിലൊന്നുമില്ല, ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ, സ്റ്റോറി ബുക്ക്. എന്തേ നടക്ക്? ഇന്നലെ എടുത്തിട്ടില്ല, ബെഡ് കിടന്നിട്ടുണ്ടല്ലോ. നല്ല പെട്ടിട്ടോ, നന്നായിട്ടുണ്ട്. ഞാൻ താങ്ക് യു പറഞ്ഞു. ഇതിലാദ്യമായിട്ടാണ് കിടക്കണേ. ഇത് വാങ്ങിച്ചവന് ആദ്യമായിട്ടില്ല കിടക്കണേന്ന്. കട്ടിന് മാത്രമേ പുതിയ വാങ്ങിച്ചിട്ടുള്ളൂ. മാട്രസ് പോലെ തന്നെയല്ലേ. അതല്ല ഉറങ്ങല്ല കേട്ടോ. എല്ലാം ഒപ്പിയെടുക്കും ഞാൻ. ഇനി ഞാൻ എല്ലാം ഒപ്പിയെടുക്കും. ഓ, സണ്ണിച്ചുന്നല്ല സൺ. ഹലോ, അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടാ. നമ്മൾ ബസ് സ്റ്റോപ്പിക്കാൻ പോണേ. നമ്മുടെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പൊ നമ്മൾ പിള്ളേരെ ഡ്രോപ്പ് ചെയ്ത് വന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് നമ്മളിപ്പോ ബസ് സ്റ്റോപ്പിലോട്ട്. പിന്നെ അധികം ആൾക്കാരുണ്ട് ബസ് സ്റ്റോപ്പില്. സീറ്റ് കിട്ടോ? സാധാരണ ഞങ്ങൾ ഇവിടെ നിന്ന് കയറുമ്പോ, അയ്യോ എന്തൊരു വെയിലാടി. സാധാരണ ഞങ്ങൾ ഇവിടെ നിന്ന് കയറുമ്പോൾ ആൾക്കാരധികം ഉണ്ടാവില്ല. കാരണം ഇത് ഫസ്റ്റ് സ്റ്റോപ്പല്ലേ ഇവിടുത്തെ. ഫസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടുത്തെ. അപ്പോൾ നമുക്ക് സുഖമല്ലേ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് കയറുമ്പോൾ. പിന്നെ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയി ഇരിക്കാറ്. പിന്നെ അങ്ങനെ സീറ്റ് കിട്ടുമെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ നല്ല രസമാണ് വ്യൂ ഒക്കെ കാണാൻ. അപ്പോൾ നമുക്കിനി ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ ബസ് സ്റ്റോപ്പ്? ഇത് തൊട്ടപ്പുറത്ത് കാണുന്നുണ്ടോ അടി? ബസ് സ്റ്റോപ്പിൽ പോട്ടേട്ടാ. അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ, കാരണം വെച്ചാൽ ഇവിടെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടൊക്കെ വേണം നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കണേ. അപ്പോൾ അതേ നമ്മുടെ ബസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കയറാം. ഞങ്ങൾ മോസ്റ്റ്ലി ഇത് ഈ സീറ്റിലാണ് ഇരിക്കാറ് എപ്പോഴും. നമുക്ക് നോക്കാം, കിട്ടുമെന്ന് ചാൻസ് കുറവാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ആ സീറ്റ് തന്നെ കിട്ടി. ഞാൻ കയറി വരുന്നത് വീഡിയോ എടുത്തു, പക്ഷെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശ്രദ്ധയോടുകൂടി ചെയ്യണമല്ലേ. അപ്പോൾ അതേ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ആ സീറ്റ് ഫ്രണ്ട് വ്യൂ കാട്ടി തരാം കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ ബസ് റൂട്ട് പോണ വഴിയാട്ടോ. ഞങ്ങളുടെ ഒരു കൺട്രി ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ പച്ചപ്പൊക്കെ കാണാം. ഇനി സമ്മർ ആകുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ കാണാനായിട്ട്. കാണാം, ഇതൊക്കെ ഇങ്ങനെ ഒരു കൃഷി ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ബസ് യാത്ര വെറുതെ ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീല് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ മാത്രം ബസ്സിനൊക്കെ പോയി ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് തരാറുണ്ട് കേട്ടോ.
ഫുഡ് കഴിക്കണ്ടേ. ഇന്നലെ ഇന്നലെ ഞങ്ങൾ 2 മണിക്കാണ് ഉറങ്ങിയത്. 2 മണി കഴിഞ്ഞു കിടന്നപ്പോൾ. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എണീറ്റു. ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാനൊരു കട്ടൻ കുടിച്ചു കേട്ടാ. നീയോ? ഒന്നും കുടിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടല്ലോ ഇവര് നമ്മുടെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഓരോ സ്റ്റോപ്പ് ആവും ഇങ്ങനെ അനൗൺസ്മെന്റ് അപ്പൊ നമ്മളിങ്ങനെ വർത്താനം പറയുന്നാലും നമ്മളത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്റ്റോപ്പ് ആവാറായോ. പിന്നെ ചില ധൃതി പിടിച്ചങ്ങനെ വണ്ടി എടുക്കുകയോ നമ്മൾ ഫുള്ള് കയറി പൈസ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് സ്ലോവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇറങ്ങാനും നമുക്ക് എത്ര ടൈം വേണേലും എടുക്കാം. അതൊന്നും ഒരു വിഷയമേ ഇല്ല. നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്, എത്തിക്കൊണ്ടിരിക്കുന്നു. കിച്ചുവിടതേ ക്രിസ്പി ദോശ തപ്പുന്നു. നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമുക്കിനി ഇങ്ങനെ പിള്ളേര് എന്തോ ടൂർ വന്നിരിക്കാന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഇനി ക്രിസ്പി ദോശ അവിടെ ക്രിസ്പി ദോശക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ഇനി എന്തെങ്കിലും അല്ലേ കിച്ചുമ്മ. ഞങ്ങൾ ആക്ച്വലി ജാക്കറ്റ് ഒന്നും ഇടണ്ട, നല്ല വെയിലാന്ന് പറഞ്ഞോരാട്ടാ. തണുക്കണുണ്ട്, നല്ല തണുവുണ്ട്. അഹങ്കാരി അതിനുള്ളിൽ കയറി വീണ്ടും ഊരണല്ലോ. അഹങ്കാരി ജാക്കറ്റ് ഊരി പറയുമ്പോഴേക്കും ഊരി. അപ്പോൾ ദേ ഞങ്ങളിതേ ക്രിസ്പി ദോശയിലെത്തി. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ 2 ഉഴുന്നുവട കണ്ടപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ കോളേജിൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിരുന്ന ആ വിശേഷങ്ങളും ആ ടേസ്റ്റും അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മകൾ അയവിറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് വയറൊക്കെ നിറച്ച് ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറ്റി പിന്നെ വീണ്ടും ഞങ്ങളിതേ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങി. ഇതെനിക്ക് വാങ്ങിക്കാനാണെന്നിട്ടാ നോക്കി അല്ലെങ്കിൽ ഇത് നോക്കാട്ടാ. ഇപ്പോൾ ഇവിടെ പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് പട്ടി ഷോ ഫോട്ടോസും വീഡിയോയ്ക്ക് വേണ്ടിയുള്ള വെറുതെ പോസ്റ്റുകളും അമ്മാമ്മേനെ ഇപ്പോൾ തട്ടി മറച്ചിട്ട് അവിടെ സീനാക്കിയാണ്. അങ്ങനെ ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ വേണ്ടി തിരിയാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാവങ്ങളുടെ പൗണ്ട് ലാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആമസോൺ അങ്ങനെ പല കാര്യങ്ങളുള്ള പോലെ നമ്മുടെ മീഷോ എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യലല്ലേ, അതേപോലെയാണ് ഞങ്ങൾക്ക് പൗണ്ട് ലാൻഡ്. കണ്ട ഏതെടുത്താലും ഒരു പൗണ്ട്. അല്ല ഈ ഇരിക്കണേൽ ഏതെടുത്താലും ഒരു പൗണ്ട്. ഇത് ഈസ്റ്ററിന്റെ മറ്റേത് ഞങ്ങളുടെ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്തെ അമ്മാമ്മയ്ക്ക് ഈസ്റ്ററിന് ഗിഫ്റ്റ് കൊടുക്കണം. അമ്മാമ്മ ക്രിസ്മസിന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാ. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആണ്. ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെ A to Z സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ കൃഷ്ണനെ കാണാനില്ല. അതാണ് അവളും ഞാനും 2 വഴിക്ക് പിരിഞ്ഞു പോയാച്ച്. അപ്പം ഞാൻ അവളെ തപ്പി നടക്കുന്നു. അവൾ അവിടെ എവിടെയോ ഉണ്ട്. ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് വേണ്ടത് കൊണ്ടിടും, അവൾക്ക് വേണ്ടത് തപ്പി കൊണ്ടിടും. അങ്ങനെ പറയില്ലേ, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് പോകാനൊരു ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെ ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളിത് ഇറങ്ങി അല്ലെങ്കിൽ ചുമ്മാ ഇനി നെക്സ്റ്റ് എവിടേക്കാ? ഓഫ് കോഴ്സ് ഞങ്ങൾ ശരിക്കും ഈ ഷോപ്പിലേക്ക് വരാനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞത്. പക്ഷേ ഞങ്ങളൊന്ന് ഒന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് കയറാം എന്ന് വിചാരിച്ച് കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു കവർ കയ്യിലായി. കണ്ടോ, ഇത് സെക്കൻഡ് ഹാൻഡ് ഷോപ്പാട്ടോ. ഏത് വഴി നടക്കുമ്പോൾ ആ സമയം കുറവ് നോക്കാം, ആ വഴി നടക്കാം. അല്ലേ? അതല്ലേ നമ്മൾ പ്രൈമാർക്കിക്ക് ആയിട്ടാ നടന്നുകൊണ്ടിരിക്കണേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ ഫോണൊക്കെ മോഷണം പോവാൻ വിത്തിൻ സെക്കൻഡ്സ് മതി. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കുന്നു എന്ന് മാത്രം. ഒട്ടും സേഫ് അല്ല ഫോണൊക്കെ എടുക്കണത്. ഇവിടെ പോലീസ് പിടിച്ചേട്ടാ. അവള് സാധനം എടുത്തിട്ട് ഞാൻ പറയണേ കവറേക്ക് ഇടാൻ, ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. അവളാണെങ്കിൽ അത് കേട്ടിട്ട് ഞാനൊരു പോലെ പെട്ടെന്ന് പറഞ്ഞു പോയി.
അവളാ ഫ്ലോയിൽ കവറേക്ക് ഇടാൻ പോണ്. ഇന്ന് ഞങ്ങളെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി. നീ എന്തെങ്കിലും എടുക്ക്. മറ്റേ അറിയില്ലേ, ഫ്രണ്ട്സ് കൂടി കഴിഞ്ഞാൽ ബുദ്ധിയും ബോധവും ഇല്ലാണ്ടാവും അറിയില്ല ഒരുമിച്ച് നടക്കുമ്പോൾ. അതേപോലെ ചില നേരത്തെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കും. ഐസ് സാധനല്ലേ? പാൻ്റ് ഉണ്ടോ? പാൻ്റില്ല. ഞങ്ങളങ്ങനെ അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്യില്ല, വെറുതെ കയറി ഇറങ്ങി നടക്കുള്ളൂ എന്നും പറഞ്ഞ്. ഇന്ന് നിന്റെ ത്രെഡിങ് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തൊരു ക്യൂ ആണ്. അപ്പം ഇന്ന് പിള്ളേർ സ്വിമ്മിങ് ക്യാൻസൽ. ഞങ്ങൾ കുറേ പ്രാവശ്യമായി കിച്ചുവിന് ത്രെഡ് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ ക്യൂ. അന്നവിടെ വെയിറ്റ് ചെയ്യല്ല ഞങ്ങളപ്പോൾ തെണ്ടിത്തിരിയാൻ പോവും. ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഫ്രീ ആവും പറഞ്ഞു. അപ്പോൾ ഇവിടെ വീണ്ടും തിരക്ക്. ഇനി എന്തെങ്കിലും കിച്ചു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ത്രെഡ് ചെയ്യണ്ട, കിച്ചുവിനെ ചെയ്യണ്ടേട്ടാ. സ്റ്റിൽ വെയിറ്റിംഗ്. പിള്ളേച്ചൻ, നമ്മുടെ മീശമ്മ പിള്ളേച്ചൻ. കിച്ചു കറിയുണ്ടോ? ഗുഡ് ഡേയ്സ് വീക്കെൻഡ്. ഒന്ന് നോക്കിയില്ല ആ കവറിനെടുത്തു. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് പർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മളിത് ഇവിടെ ഒരുത്തിൽ വന്നിരിക്കുന്നു. നമുക്ക് വിശപ്പൊന്നുണ്ട്, പക്ഷെ വീട്ടിൽ പോയിട്ട് ഇനി കഴിക്കാം എന്നാണ് നമ്മുടെ പ്ലാൻ. ഫുഡ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫുഡില്ലേ എൻ്റെ വീട്ടിൽ അവിടെ അവൽ കൂട്ടാനുണ്ടാവില്ല, ചോറില്ല കൂട്ടാം അതല്ല. അപ്പം നമ്മൾ തെണ്ടി തിരിഞ്ഞൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ അതേ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ ത്രെഡ് ചെയ്യാനും പറഞ്ഞിട്ട് പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. ഷോപ്പിംഗ് ഒന്നുമില്ല, വേറെ ഒന്നും വാങ്ങിക്കില്ല. 2 കവർ ഫുള്ളാട്ടോ ഇപ്പോൾ. അപ്പം നമ്മളിപ്പോൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബസ് വരും. ബസ് വന്നു. 10 ഓപ്പണായി. 4 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബൈ, ലൈക്ക് ചെയ്യുക, ആ സാധനം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്തത്. അല്ല, നമുക്ക് വേണമെങ്കിൽ സ്വിമ്മിങ്ങിൻ്റെ എടുക്കാമല്ലേ? സ്വിമ്മിങ്ങിന് പോണത് വേണ്ട അല്ലേ? അല്ലെങ്കിൽ ഇത് മതി. സ്വിമ്മിങ്ങിന് വേറെ ദിവസം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 2:45 ആവണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്. ചെറുതായിട്ട് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ഷിഞ്ഞയുടെ ഫോൺ എടുക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ചോദിക്കാൻ. പക്ഷേ ഷിഞ്ഞയുടെ ഫോൺ എടുക്കണില്ല വിളിച്ചിട്ട്. പിള്ളേരെ ഷിഞ്ഞയുടെ ഹാൻഡിൽ ചെയ്യും എങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് തെണ്ടി തിരിഞ്ഞിട്ട് പോവാം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. നടക്കുമെന്നറിയില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. അവളുടെ ഒരു ഇത്രയും നേരം ഞാൻ മറ്റേ വീഡിയോ എൻ്റെ ചെയ്ത് വർത്താനം പറഞ്ഞത് വല്ലവരും സ്റ്റോപ്പിലിരുന്നിട്ടാണ്. അപ്പോളോട് ഞാൻ പറഞ്ഞതാ, ഇപ്പുറത്താണ് നമ്മൾ ഇരിക്കേണ്ടത്, ഇപ്പുറത്താണ് ഇരിക്കേണ്ടത്. അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന് ബസ്സും കയറി. നമ്മൾ 49 ഫ്ലക്നി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഞങ്ങൾ പോയില്ല. ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന് ബസ് അവിടെ വന്ന് നിന്ന്. പക്ഷെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഒന്നും കൂടി റൗണ്ട് അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിളിച്ച് ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തു. എന്നാലും ഞങ്ങളുടെ ഡെഡിക്കേഷൻ നോക്കണേ, നടക്കാൻ വയ്യ. 2:45 ബസ് അവിടെ വന്ന് നിൽക്കുന്നു. ഞങ്ങൾ 2:44 ആയപ്പോൾ തീരുമാനം എടുത്തു, ഒന്നും കൂടി റൗണ്ട് അടിച്ചിട്ട് തെണ്ടി തിരിഞ്ഞിട്ട് പോവാം. നീ കയറിയാ? അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്നു. റെസ്റ്റോറൻറ്റ് അതൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിലേക്ക് വന്നു കേട്ടോ. ഈ ഷോപ്പിൽ വെച്ച് ഞങ്ങൾ ചിരിച്ചു കൂട്ടിയതിന് കയ്യും കണക്കില്ല എന്ന് പറയില്ലേ. ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അത് ടെസ്റ്റ് ചെയ്യുന്നു, ഇത് ടെസ്റ്റ് ചെയ്യുന്നു, മറ്റേ പറയില്ലേ
എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കൊരു പിടുത്തില്ലാത്ത പോലെ. അന്ന് ഇതിനെപ്പറ്റി വല്ലതും ധാരണയുണ്ടോ, ഏതെടുക്കണം, ഏതാണ് കളർ ടോൺ എന്നൊന്നും അതൊന്നും ഒരു പിടുത്തവും ഇല്ല. ഞങ്ങളുടെ നിപ്പം മട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ വേറെന്തോ സംഭവമാട്ടാ. അത് വേറെ കാര്യം. മറ്റേ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് കയ്യുമ്മൽ നിറയെ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, ബ്ലഷൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളൊരു ഹെൽപ്പിന് അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചു. അത് കൈ കാണിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ കാട്ടിയ വഴിക്ക് കിച്ചൊരു ചിരി വന്നിട്ട് അപ്പോൾ കെട്ടിമറിഞ്ഞ് വീഴുള്ളൂ അതിൻ്റെ മുകളിലേക്ക്. ഞങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന്. എന്നിട്ട് ആ പെണ്ണ് ഞങ്ങളുടെ കൈ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ കാട്ടി കൊടുത്തപ്പോൾ ഒരു ചമ്മല. കാരണം കൈയുമ്പോൾ നിറയെ കളറായിരുന്നു. ലാസ്റ്റ് ഈ 2 സാധനമാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നത്. പെണ്ണ് കാണാൻ വരുന്നു നമുക്ക്. വയ്യണ്ട ഇളകിച്ചു. അങ്ങനെ വിശന്ന് തളർന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഉഷാറായി അവിടെ ഇരുന്ന് കുറേ ചിലച്ച് അങ്ങനെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയായി. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ ശരിക്കും ഞങ്ങളിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ അല്ല അമ്മേ. ശരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റ, ബൈ ബൈ, സീ യു.